പ്രാർത്ഥനയോട് വീഡിയോക്കാരൊക്കെ നമ്മളെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ اللهم يا حي يا قيوم برحمتك استغيث يا ذا الجلال والاكرام يا هادي يا بديع يا لطيف يا الله اللهم ربنا آتنا في الدنيا حسنة وفي الآخرة. എൻ്റെ മുന്നിലിരിക്കുന്ന ദേശീയവേദി ഗൾഫ് കമ്മിറ്റി അംഗങ്ങൾ, മെമ്പർമാർ, അതുപോലെ തന്നെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയ നമ്മുടെ പഞ്ചായത്ത് വാർഡ് മെമ്പർ ഗദ്യ മഹ്റാർ, അതുപോലെ തന്നെ ദേശീയവേദി നേതാക്കളായ ഇബ്രാഹിം കാലുവായ്, കെ എം ഷായ, അതുപോലെ തന്നെ ഡോക്ടർ ഇസ്മായിൽ കോട്ടാനീസ്, എം ജി അബ്ദുൾ റഹ്മാൻ, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും കൊണ്ട് നമ്മുടെ യോഗം ആരംഭിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, എല്ലാ വർഷവും കേരള ദേശീയവേദി ദുബായിൽ സംഘടിപ്പിക്കുന്ന മൊഗ്രാൽ ഫിലിംസ് മീറ്റിൻ്റെ യോഗത്തിലാണ് നാം എല്ലാവരും സംബന്ധിച്ചിരിക്കുന്നത്. കേവലം 6 പേര് മാത്രം രൂപം നൽകിക്കൊണ്ട് മൊഗ്രാൽ ഹൈസ്കൂളിൻ്റെ വരാന്തയിൽ നിന്ന് തുടക്കം കുറിച്ച ഒരു സംഘടനയായിരുന്നു ദേശീയവേദി. നമുക്കെല്ലാവർക്കും അറിയാം. അതിനെ നാട്ടുകാരും നമ്മളെപ്പോലുള്ള പ്രവാസി മലയാളികളും തോളിലേറ്റിക്കൊണ്ട് ഒരു ജനകീയ വേദിയാക്കി മാറ്റി. അതിന് സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഏകദേശം നാടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ 22 വർഷമായി നാം ജയത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുദ്രാവാക്യം തന്നെ കണ്ണീരൊപ്പാൻ കണ്ണികളാവുക എന്നാണ്. കാരണം പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ ദേശീയവേദി പ്രവർത്തകർ, നേതാക്കൾ അവിടെ ചെല്ലും. അവർക്കുള്ള എന്ത് പരാതികളുണ്ടെങ്കിലും പരിഹാരം കാണാൻ ദേശീയവേദി തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ 22 വർഷക്കാലം നമ്മെ നയിച്ച ഘടകവും അത് തന്നെയാണ്. വേദിയിലുള്ള സംഘടനാ സാരഥികളെ, രാഷ്ട്രീയ പ്രവർത്തകരെ, മറ്റു സാമുദായിക സംഘടനകളുടെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. 2010 ശേഷം 2011 കൂട്ടായ്മയ്ക്ക് ഇത്രയും വിലപ്പെട്ട നിങ്ങളുടെ സമയങ്ങളും ഒഴിവ് ദിവസവും വിശ്രമവേളയും ഒഴിവാക്കിക്കൊണ്ട് ഒരുമിക്കാനുള്ള പരിപൂർണത കാട്ടിയ, മനസ്സ് കാട്ടിയ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിലും നാട്ടിലുള്ള ദേശീയവേദി പ്രവർത്തകരുടെ പേരിലും ആശംസകളും നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. പ്രത്യേകിച്ച് പറയാനുള്ളത്, ദേശീയവേദിയുടെ പ്രവർത്തനം തികച്ചും ഒരു രാഷ്ട്രീയ രഹിതമായതുകൊണ്ടാണ് ഞാനടക്കമുള്ള ചില സുഹൃത്തുക്കൾ ഈ പ്രവർത്തനത്തിനും ഇതിൻ്റെ ഒരു ഭാഗമായത്. ഇതൊരു രാഷ്ട്രീയ സംഘടനയോടുകൂടി ഒരുമിച്ച് പോകുന്ന ഒരു പ്രവർത്തനമല്ല എന്ന് വിലയിരുത്തിയത് 2003-2004 കാലഘട്ടത്തിൽ ഇവിടെ ഷാജുവും വന്നപ്പോൾ പ്രത്യേകിച്ച് ഇതിന് പരിഗണന നൽകണമെന്നും കൂടുതൽ കിട്ടുന്ന സമയങ്ങൾ എപ്പോഴും നല്ലതിന് മാത്രം ചെലവഴിക്കണമെന്നും ഞാൻ ഒരു പ്രതിജ്ഞ എടുക്കുകയും അതുപോലെ അതേ വാക്കുകൾ യുവാക്കളായ നിങ്ങളോട് ഈ ഒരു ചാണകലെ നിൽക്കുന്ന പരിശുദ്ധ റമദാൻ മുമ്പോട്ട് വരുമ്പോൾ സമയങ്ങൾ വെറുതെ ചെലവാക്കാതെ രാത്രികാലങ്ങളിൽ ടിവിന്റെ മുമ്പിലിരുന്നും മറ്റും വേണ്ടായ്മകളുടെ കൂടെ ചെലവഴിച്ചു കഴിഞ്ഞാൽ ആ സമയം വെറുതെ പോവും. ഇങ്ങനെയുള്ള നല്ല കാര്യത്തിന് നിങ്ങൾ മുന്നിട്ടിറങ്ങുമ്പോൾ ഈ പരിശുദ്ധ റമദാനിൽ തീരെ ഒരു നിമിഷവും വേണ്ടായ്മകളിൽ ചെലവഴിക്കാതെ ശുദ്ധമായി നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത്, ഇത് ഒരു വലിയൊരു സംഘടനയ്ക്ക് പ്രവർത്തനം സൽക്കർമ്മത്തിന്റെ പാതയാണ്. ഇങ്ങോട്ടേക്ക് ബഹുമാന്യനായ എൻ്റെ സഹപ്രവർത്തകൻ ഇബ്രാഹിം മുഹ്റാൻ, അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ സഹപാഠിയും കളിക്കൂട്ടുകാരനുമായ കോട്ടാനീസ് അഹമ്മദ്, അതുപോലെ തന്നെ ഡോക്ടർ ഇസ്മായിൽ, ഏറ്റവും പ്രധാനപ്പെട്ട മുഗ്രാലിലെ സുഹൃത്തുക്കൾ,
വളരെ സന്തോഷകരമായ ഒരു കൂടിച്ചേരലാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത്തരത്തിൽ നാട്ടുകാരൊക്കെ പരസ്പരം കൂടുകയും പരസ്പരം ആഹ്ലാദം പങ്കെടുക്കുകയും ചെയ്യുന്നത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ്. കാരണം വിദേശ നാടുകൾ വന്നുകൊണ്ട് നാടിന്റെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ പരസ്പരം പങ്കുവച്ചുകൊണ്ട് നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്ന ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയിൽ സംബന്ധിക്കുക എന്ന് പറയുന്നതൊക്കെ നേരത്തെ അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ച പോലെ നമുക്ക് തടി കൊണ്ട് കഴിയുന്ന ഒരു സഹായത്തിന്റെ ഭാഗം മാത്രം അല്ല, വാക്കുകൊണ്ട് കഴിയുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായി സഹായിക്കുന്നതിന്റെ ഭാഗമാണ്. ദേശീയവേദിയെ സംബന്ധിച്ച് ഒരു ആരംഭഘട്ടത്തിലുള്ള ഒരു ഘട്ടത്തെ എന്റെ സഹപ്രവർത്തകൻ അൻവർ മൊഗ്രാൽ സൂചിപ്പിച്ചു. കാരണം ഞാനും അൻവറൊക്കെ ഓരോ മേഖലയിൽ നിന്ന് കടന്നു വന്നതാണ്, രാഷ്ട്രീയ രംഗത്ത് വന്നതാണ്. പക്ഷെ ചില അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് എന്നോടൊപ്പം നിന്ന അൻവർ ചില സന്ദർഭത്തിൽ അല്പം മാറിപ്പോകുകയും ഞാനും വഴിതിരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്ന സന്ദർഭമാണ്. ദേശീയവേദി ഉണ്ടായതിന്റെ ചരിത്രമൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു കേരള രാഷ്ട്രീയത്തിന്റെ ഒരു കൊടുങ്കാറ്റിന്റെ ഭാഗമായി കേരളത്തിൽ പ്രവർത്തിച്ച ദേശീയവേദി മൊഗ്രാലിന്റെ മണ്ണിൽ പച്ചപിടിച്ചുന്നത് അതിന് രാഷ്ട്രീയ രഹിതമായ ഒരു മുഖച്ഛായ കൊണ്ടുവന്നതുകൊണ്ടായിരുന്നു. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാര്യം രാഷ്ട്രീയ സംഘടനയ്ക്ക് വളക്കൂർ വേണ്ടത്ര മൊഗ്രാലിൽ കിട്ടുമോ എന്ന് പരിശോധിക്കുന്ന ഘട്ടത്തിൽ ദേശീയവേദി രാഷ്ട്രീയ രഹിതമായ രീതിയിലേക്ക് കൊണ്ടുപോയപ്പോൾ അതിന് കുറെ കൂടി ആളുകളുടെ സ്വീകാര്യത ലഭിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയ പ്രവർത്തകനല്ല എങ്കിലും ഇബ്രാഹിം വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടായ ആളാണ്. പക്ഷേ ഈ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ പൊതുപ്രവർത്തന രംഗത്ത് കുറെ കൂടി വിശാലമായി ചിന്തിക്കുകയും ഈ പൊതുവെ നമ്മൾ പ്രചരിപ്പിക്കാനുള്ള പരിസ്ഥിതികൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന അതിലേക്ക് എല്ലാവരും സഹായിക്കണം എന്ന് പറയുമ്പോൾ മെമ്പറാകാൻ പറ്റാത്ത ആൾ കൂടുതൽ മെമ്പറാവാം. അതിലേക്ക് എല്ലാ ദിവസവും വന്നുകൊണ്ട് ചാറ്റ് ചെയ്യാൻ പറ്റുന്ന സംസാരിക്കണം, അവിടെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. അതിനുവേണ്ടി എല്ലാവരും സഹായിക്കണം. ഉള്ള സൗകര്യം എല്ലാവരുടെ കൈവശം നെറ്റ് ഉണ്ടാവണമെന്നില്ല, ഉള്ള നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ്, ഈ കൂട്ടായ്മ അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ഇസ്മായിൽ ക്ഷണിച്ചു. ആദരണീയനായ അധ്യക്ഷൻ, ദേശീയവേദി ഗൾഫ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം സാഹിബ്, യോഗം ഉദ്ഘാടനം ചെയ്ത കുമ്പള ഗ്രാമപഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും എൻ്റെ സഹപ്രവർത്തകനുമായ മൊഗ്രാൽ, വേദിയിലുള്ള അനീസ് കോട്ട, ദേശീയവേദിയുടെ നേതാക്കളായ ഷാജാൻ മൊഗ്രാൽ, അൻവർ, മറ്റു സുഹൃത്തുക്കളെ, നാട്ടുകാർ, നിങ്ങളുടെ മുന്നിൽ ദേശീയവേദിയുടെ സൗഹാർദ്ദ പ്രതിനിധിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നേരത്തെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അർഹതപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളതാണ്. അതിൽ രാഷ്ട്രീയമോ സംഘടനാപരമായ നയപരിപാടികളോ നോക്കാതെ എവിടെ ആർക്കൊക്കെ അർഹതയുണ്ടോ, ആരൊക്കെ വിഷമിക്കുന്നവർ അവരെ നോക്കിപ്പിടിച്ച് കണ്ടുപിടിച്ച് അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ഉള്ള സംഘടനകളാണ് മൊഗ്രാലുള്ളത്. അതിൽ നല്ല ഒരു പ്രാതിനിധ്യം വഹിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ തന്നെ ദേശീയവേദിക്കും അതിൻ്റെതായ റോള് പ്ലേ ചെയ്യാനുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, നമ്മളൊക്കെ ഒന്നിച്ച് സഹായിച്ച സൗദ എന്ന ആ സഹോദരി കഴിഞ്ഞ 3-4 ദിവസങ്ങൾ മരണപ്പെട്ടു പോയി. സർവശക്തൻ അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമുക്ക് പറയാനുള്ളത്, അർഹതപ്പെട്ടവരെ അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയപരമായോ സംഘടനാപരമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ നോക്കാതെ നമ്മളൊക്കെ ഒരു നാട്ടുകാരാണ്, ആ സഹായം അർഹിക്കുന്നവർക്ക് അർഹതപ്പെട്ട സമയത്ത് കൊടുക്കണം, നമ്മുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മൾ നിൽക്കുന്നത് റമദാനിന് മുന്നോടിയായിട്ടാണ്. ഇൻഷാ അല്ലാഹ് 2-3 ദിവസങ്ങൾക്കകം മുസ്ലിങ്ങളുടെ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ മാസം ആഗതമാകാൻ പോവുകയാണ്. റഹ്മത്തിന്റെയും മഗ്ഫിറത്തിന്റെയും മിത്തക്കിന്റെയും പത്തുകളടങ്ങിയ ആ മാസത്തിൽ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ ഉൾപ്പെടുന്ന ആ മാസത്തിൽ അതിന്റെ പുണ്യങ്ങൾ പൂർണ്ണമായി കരസ്ഥമാക്കിക്കൊണ്ട് നാളെ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞ് അസ്സലാമു അലൈക്കും. ബഹുമാന്യ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, മറ്റ് ദേശീയവേദിയുടെ നേതാക്കളെ, പ്രവർത്തകരെ, അഭ്യുദയകാംക്ഷികളെ, മറ്റ് സംഘടനാ ഭാരവാഹികളെ, എന്നെ ഏൽപ്പിച്ച ദൗത്യം വെറും റിപ്പോർട്ട് അവതരണമാണ്. എന്നാൽ പോലും എനിക്ക് 2 വാക്ക് ദേശീയവേദിയെ പറ്റി പറയാതിരിക്കാൻ
യാതൊരു നിർഭാവവുമില്ല. എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ സമയം തന്നിരുന്നു സംസാരിക്കാൻ. ഇപ്രാവശ്യം എല്ലാം വെട്ടിച്ചുരുക്കി, എല്ലാം ഓൺലൈനിൽ പോകുന്നതുകൊണ്ട് എല്ലാത്തിനും കട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത് വെച്ചാൽ മുഗ്രാൽ എന്ന നാട് തന്നെ നമുക്കറിയപ്പെടുന്നത് ഒരു ഫുട്ബോളിന്റെ നാടാണ്, പിന്നെ ഒരു മാപ്പിളപ്പാട്ടിന്റെ നാടാണ്, പിന്നെ പണ്ഡിതന്മാരുടെ നാടാണ്. ഈ 3 നാടാണ് നമുക്ക് ഇതുവരെ അറിയുന്നത്. മുഗ്രാൽ എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും അറിയാത്ത ആൾ വളരെ കുറവാണ്. ഇല്ലെങ്കിൽ മൂന്നും ഇല്ലാത്ത മുഗ്രാലിനെ നമുക്ക് കാണാൻ പറ്റില്ല. മാത്രം ഇപ്പോ ആ ഇത് ഒന്നും കൂടി നമുക്ക് അതിലേക്ക് കൂടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സാമൂഹ്യ പ്രവർത്തകരുടെ നാടും കൂടിയാണ് മുഗ്രാൽ. എല്ലാവർക്കും ഈ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന എല്ലാവർക്കും ഒരു ഉത്സാഹമാണ്. മുഗ്രാലിൽ എവിടെ പോയാലും എല്ലാ ആൾക്കാർക്ക് ഇഷ്ടംപോലെ സംഘടന. എനിക്കിപ്പോ മുഗ്രാൽ ഓൺലൈനിൽ കൂടി പോയി നോക്കിയാലും ഇല്ലെങ്കിൽ ആരോട് സംസാരിക്കുമ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോരോ പുതിയ സംഘടനകൾ വരുന്നുണ്ട്. ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ദേശീയവേദിക്ക് വളരെ ഇത് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാറുണ്ട്. കഴിഞ്ഞ 22 വർഷമായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ദേശീയവേദിക്ക് നല്ല സാമൂഹ്യ വഴികാട്ടി ഇപ്പൊ വരുന്ന എല്ലാ സംഘടനകളും നമുക്ക് ആവശ്യമാണ്. മുഗ്രാൽ വരുന്ന എല്ലാ സംഘടനകളും മുഗ്രാലിന്റെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് ഈ എല്ലാ സംഘടനകളും നമുക്ക് ആവശ്യമാണ്. ആ സംഘടനകൾക്ക് വഴികാട്ടിയാവാൻ ദേശീയവേദിക്ക് എന്തായാലും നമുക്ക് പറ്റണം. അതിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ പുതിയ പരിപാടികൾ ദേശീയവേദി കാഴ്ചവെക്കണം എന്നാണ് എന്റെ അഭിപ്രായം. നമുക്ക് ഇവിടുന്ന് കേരള ദേശീയവേദി ഇവിടെ സംഘടിപ്പിച്ച മുഗ്രാൽ ഫ്രണ്ട്സ് മീറ്റ് ഇതിൽ സംബന്ധിക്കാൻ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു. മുഗ്രാൽ ഒരുപാട് സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ തൻ്റെതായ മികവ് തെളിയിച്ച കേരള ദേശീയവേദി ഇനിയും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുഗ്രാലിൽ നടത്താൻ സർവശക്തൻ അവർക്ക് കൂടുതൽ കഴിവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഒരു ചെറിയ ആശംസാ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും.